ഹായ് ഹലോ. ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. ഒരുപാട് സാധനങ്ങളില്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് പച്ചരിയാണ്. 1 കപ്പ് പച്ചരി വേണം കേട്ടോ. നമ്മൾ റേഷൻ കടയിൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഒരു 4-5 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കാം. രാവിലെ ഉണ്ടാക്കുന്നതാണെങ്കിൽ രാത്രി തന്നെ കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ. അതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഇപ്പോൾ ഇതാ നമ്മൾ രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ ആയപ്പോൾ നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് സോക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മുട്ടയാട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് മുട്ട ചേർക്കുന്നത് ഇഷ്ടമില്ല, മുട്ടേൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മുട്ട ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് ഒരു മുട്ടയും 2 ടീസ്പൂൺ ചോറാട്ടോ ചേർക്കുന്നത്. അപ്പോൾ മുട്ട ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചോറിൻ്റെ അളവ് ഇത്തിരി ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി. 2 ടീസ്പൂണിന് പകരം 4 ടീസ്പൂൺ ചോറ് ചേർത്തെടുത്താൽ മതി കേട്ടോ, മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ 1 കപ്പ് പച്ചരിക്ക് 1 മുട്ട 2 ടീസ്പൂൺ ചോറ് ചേർത്തിട്ടുണ്ട്. ഇനി മുട്ട ചേർക്കുന്നില്ലെങ്കിൽ 4 ടീസ്പൂണോളം ചോറ് ചേർത്താൽ മതിയേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. നമ്മൾ മുട്ട ചേർത്തത് കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നന്നായിട്ട് നമുക്കിത് അരച്ചെടുക്കുമ്പോൾ തന്നെ ലൂസായിട്ട് കിട്ടും. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മാവ് നമ്മൾ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാൻ പാടില്ല കേട്ടോ. നമ്മളിത് മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് തന്നെ ഒരുപാട് സമയം വെക്കാൻ പാടില്ല. നമ്മൾ അതിലേക്ക് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കുന്നുണ്ട്. ഇളക്കിയെടുത്തിട്ട് നമുക്കിത് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കണം. മുട്ട ചേർത്തത് കാരണം ലൂസായി പോകട്ടെ. നമ്മളിത് വെക്കുന്നോറും ഈ ഒരു മാവ് അങ്ങ് ലൂസായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ചോറ് മാത്രമാണെങ്കിൽ അത്ര വലിയ കുഴപ്പമില്ല കേട്ടോ. കുറച്ച് സമയം വെച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പം നമ്മളിതാ ഒരു ചീനിച്ചട്ടിയിലേക്ക് ആവശ്യമുള്ള ഓയിലോ വെളിച്ചെണ്ണ വെച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം കേട്ടോ. നല്ല രീതിക്ക് ചൂടാക്കിയിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ അപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ചെറിയ സ്പൂണിലാട്ടോ ഇതിങ്ങനെ ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ അപ്പമായിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പെട്ടെന്ന് പറ്റും. നമ്മൾ ടീസ്പൂൺ ഉണ്ടല്ലോ അതാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു സൈഡ് ഭാഗം നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി വരും. പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് കളർ മാറണ്ട. ഇതിൻ്റെ കളർ മാറുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു ക്രിസ്പി ആയിട്ട് വരും. നമുക്കിതുപോലെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് മറിച്ചിടുന്ന സമയത്ത് മനസ്സിലാവട്ടോ, നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഉള്ളൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും. പെട്ടെന്നാവും, ഒരുപാട് സമയമൊന്നും പിടിക്കുന്നില്ല. ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി ഇതാ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്ന് നല്ല ക്രിസ്പി ആയിട്ട് കളർ മാറുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ മുട്ട ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പം നമ്മളിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ലൂസായി പോകാൻ പാടേയില്ല കേട്ടോ. മാവ് നല്ല ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് കിട്ടൂലേ, നമുക്കിതുപോലെ നമ്മൾ അപ്പം റെഡിയായിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ മാവ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് പ്രത്യേകം വെള്ളമൊക്കെ ശ്രദ്ധിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ അപ്പം റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ അങ്ങ് കഴിക്കാം കേട്ടോ. കറി ഒന്നും ആവശ്യമില്ല. ഇനി കറി വേണമെന്നുണ്ടെങ്കിൽ കറി കൂട്ടിയും കഴിക്കാം. അപ്പോൾ ചെറിയൊരു മസാലയിലേക്ക് നമ്മളിതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഒരു പാനിലേക്ക് ഞാനിപ്പോൾ 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്ന സമയത്ത് നമ്മളിതിലേക്ക് ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നുള്ള് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമ്മളതിലേക്ക് ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കുഞ്ഞി കുഞ്ഞി അപ്പം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് സവാളയോ കറിവേപ്പിലയോ പച്ചമുളകോ ഒക്കെ ചേർക്കാം കേട്ടോ. ഇനി എല്ലാം ഇതുപോലൊന്ന് മിക്സാക്കി എടുത്താലും കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാകാൻ. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ, നല്ല കറുമുറാന്നുണ്ടാവും. ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടായിട്ട് ഉണ്ടാകാൻ. നമ്മൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകും. കറിയൊന്നും ആവശ്യമില്ല കേട്ടോ. ഇനി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് കറി ഇല്ലാതെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള നല്ല അടിപൊളി ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം.
അപ്പം നമ്മളെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കറമുറാന്നുണ്ടാവും കേട്ടോ. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, ഉൾഭാഗമാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാട്ടോ ഉണ്ടാകാൻ. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്താലും കുട്ടികൾ കഴിക്കുന്ന ആ ഒരു ഉച്ചയായാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ്സും ആ ഒരു ക്രിസ്പിനെസ്സും ഒന്നും പോകില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ എന്നാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ.